ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. സാവിത്രിയെ രക്ഷിച്ചതിന് നന്ദിനിയോട് നന്ദി പറയുകയാണ് മീനാക്ഷി. അമ്മയ്ക്ക് എങ്ങനെ കറക്റ്റായിട്ട് ആ ഐഡിയ വന്നെന്നൊക്കെ മീനാക്ഷി ചോദിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാൾ ആപത്തിൽപ്പെട്ടാൽ അതൊക്കെ താനേ വരുമെന്ന് നന്ദിനി പറയുന്നു. അവൾ നിന്റെ അച്ഛൻ പെങ്ങൾ കൂടിയാണ്, അതുകൊണ്ട് നീ അവളെ ഇഷ്ടപ്പെട്ട് തുടങ്ങണമെന്നും സാവിത്രിയെ നന്നായി പെരുമാറണമെന്നുമൊക്കെ നന്ദിനി മീനാക്ഷിയോട് പറഞ്ഞു കൊടുക്കുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് കാർത്തിയെയും മീനാക്ഷിയുമാണ്. തനിക്ക് പറ്റിയ തെറ്റിദ്ധാരണകൾക്കെല്ലാം തന്നെ കാർത്തി മീനാക്ഷിയോട് മാപ്പ് ചോദിക്കുകയാണ്. നിങ്ങളെ എന്നോടല്ല മാപ്പ് പറയേണ്ടതും നന്ദി പറയേണ്ടതുമൊക്കെ എൻ്റെ അമ്മ നന്ദിനി ദേവിയോടാണ്. അതൊക്കെ എനിക്കറിയാം. പക്ഷേ എന്നാലും നിന്റെ ഫോണിൽ നിന്നും ആ വീഡിയോ എങ്ങനെയാണ് ലീക്കായതെന്ന് കാർത്തി ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ലെന്നും ചിലപ്പോൾ നിങ്ങളുടെ അമ്മ അത് ഡിലീറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അറിയാതെ ഷെയർ ആയതായിരിക്കുമെന്നും മീനാക്ഷി പറയുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് നല്ല രീതിയിൽ തന്നെ നടത്തണം. അതിനെന്താ, നാളെ തൊട്ട് നമുക്ക് ഒരുക്കങ്ങൾ തുടങ്ങാമെന്ന് കാർത്തി പറയുന്നു. അതിനുശേഷം കാർത്തി മീനാക്ഷിയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ മീനാക്ഷി ചോദിക്കുകയാണ്, ഇതെന്താ എന്നെ ആദ്യമായിട്ട് നോക്കുന്നത് പോലെ? അത് പിന്നെ കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോൾ നിന്റെ കണ്ണുകളിൽ ഒരു തിളക്കമാ, അതാ ഞാൻ നോക്കിയത്. ഇത് കേൾക്കുന്ന മീനാക്ഷി ചിരിച്ചുകൊണ്ട് കാർത്തിയെ നോക്കുമ്പോൾ കാർത്തിയും പുഞ്ചിരിയോടെ മീനാക്ഷിയെ നോക്കുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സാരിയുടെ പെയിന്റിങ്ങിന് വേണ്ട ആവശ്യ സാധനങ്ങളെല്ലാം വാങ്ങാൻ പോകുന്ന നന്ദിനിയാണ്. ഇത് കാണുന്ന ജയറാം മനസ്സിൽ പറയുകയാണ്, ദേവി എവിടേക്ക് പോവുകയാണല്ലോ. ദേവിയുടെ കൂടെ യാത്ര പോവുക എന്നത് എൻ്റെ എപ്പോഴത്തെയും ആഗ്രഹമാണ്. അതേസമയം ഗിരി പുറത്തേക്ക് വരികയാണ്. നന്ദിനി ടൗണിലേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് നന്ദിനി പറയുന്നു. ഞാനും കൂടി പോന്നോട്ടെ, എനിക്ക് ടൗണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതെന്ത് ചോദ്യമാ ഗിരി? ഗിരിയും കൂടി ഉണ്ടെങ്കിൽ നന്ദിനിക്ക് ഒരു കൂട്ടാകില്ലേ എന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജയറാം. അതേസമയം ഗിരി ബാഗുമായി വരുമ്പോൾ വണ്ടിക്ക് എന്തോ കംപ്ലൈൻ്റ് ഉണ്ടെന്നും വണ്ടി സ്റ്റാർട്ടാകുന്നില്ലെന്നും ഡ്രൈവർ പറയുന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യാം അമ്മേ, ഞാൻ എൻ്റെ കാർ എടുത്തിട്ട് വരാമെന്ന് ഗിരി പറയുമ്പോൾ അത് നല്ല കാര്യമാണെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. അങ്ങനെ ഗിരിയും നന്ദിനിയും കൂടി ഒരുമിച്ച് പോകുന്നത് കാണുമ്പോൾ ജയറാം മനസ്സിൽ പറയുകയാണ്, എൻ്റെ ഭഗവാനെ, ദേവി എനിക്ക് നഷ്ടമാവുകയാണോ? ഇത് കാണുന്ന രാജലക്ഷ്മി അമ്മ ചിരിച്ചുകൊണ്ട് ജയറാമിനെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് വൈശാഖിനെയും മൈഥിലിയുമാണ്. മൈഥിലി ദേഷ്യത്തോടെ വൈശാഖിനോട് ചോദിക്കുകയാണ്, ഈ വൃത്തികെട്ട ലോഡ്ജിൽ എത്ര നാൾ കഴിയാനാ നിന്റെ ഉദ്ദേശം? വൃത്തികെട്ട ലോഡ്ജോ? ഇതേ സ്വർഗമാ സ്വർഗം എന്ന് വൈശാഖ് പറയുമ്പോൾ മൈഥിലി പറയുകയാണ്, എന്നാലേ ഈ സ്വർഗത്തിലെ ടോയ്ലറ്റ് മുഴുവൻ പഴുതാരയും എട്ടുകാലിയും ഒക്കെയാ. എൻ്റെ ഡാർലിംഗ്, 2 ദിവസം കൂടി നീ ഇതൊക്കെ ഒന്ന് സഹിക്കണം. ഞാൻ ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. എന്താ പ്ലാൻ എന്ന് മൈഥിലി ചോദിക്കുമ്പോൾ തൽക്കാലം നീ അതൊന്നും അറിയണ്ടെന്നും ഗാലറിയിലിരുന്ന് കളി കണ്ടാൽ മതിയെന്നും വൈശാഖ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. അങ്ങനെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് വന്നെത്തിയിരിക്കുകയാണ്. ഓരോ ചടങ്ങിനെക്കുറിച്ചും കൈമള് കാർത്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേൾക്കുന്ന നന്ദിനി പറയുകയാണ്, കുഞ്ഞിന് ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. ഇത് കേൾക്കുന്ന സാവിത്രി പറയുകയാണ്, കുഞ്ഞിന് പേര് കണ്ടെത്തി ആരും ബുദ്ധിമുട്ടണ്ട. കുഞ്ഞിനുള്ള പേരെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കുഞ്ഞ് ജീവിതകാലം മുഴുവൻ പറയണം എൻ്റെ അച്ചമ്മയിട്ട പേരാണെന്ന്. എന്നാൽ അച്ചമ്മയെ പ്രാഗിക്കൊണ്ട് കുഞ്ഞ് നടന്നോളുമെന്ന് കളിയാക്കിക്കൊണ്ട് രാമഭദ്രൻ പറയുമ്പോൾ മീനാക്ഷി പറയുകയാണ്, കുഞ്ഞിൻ്റെ അമ്മയെ ഞാൻ പേരിട്ടോളാം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മ പറയുന്ന ആള് പേരിട്ടോളും. എൻ്റെ അമ്മ തന്നെ പേരിടുമെന്ന് മീനാക്ഷി പറയുമ്പോൾ പേര് ഞാനേ ഇടുമെന്ന് സാവിത്രി പറയുന്നു. അങ്ങനെ പേരിടൽ ചടങ്ങിനെക്കുറിച്ച് തർക്കമുണ്ടാകുമ്പോൾ ഗിരി അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ്, ഞാനൊരു കാര്യം പറയാം, നമുക്ക് പേര് നറുക്കിട്ടെടുക്കാം. ആർക്കാണോ നറുക്ക് വീഴുന്നത് അവർ പേരിടട്ടെ. എന്നാൽ ഒരു ബൗളും പേപ്പറും എടുത്തുകൊണ്ട് വരാൻ ഗിരി പറയുമ്പോൾ മീനാക്ഷി കുഞ്ഞിനെ കാർത്തിയെ ഏൽപ്പിച്ച് അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ സാവിത്രിയോടും നന്ദിനിയോടും പേരുകൾ ചോദിച്ച് അത് ഒരു കുറിയാക്കി നറുക്കിടുകയാണ് മീനാക്ഷി. തുടർന്ന് സാവിത്രി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞാൻ കുഞ്ഞിനിട്ട ചെന്താമരാക്ഷി എന്ന പേര് തന്നെ നറുക്ക് വീഴണേ. തുടർന്ന് ഗിരി അതിൽ നിന്നും ഒരു കുറിയെടുക്കുകയാണ്. രാജലക്ഷ്മി അമ്മ വായിക്കാൻ പറയുമ്പോൾ ഗിരി വൈഗ എന്ന് പറയുന്നു. വൈഗ നല്ല പേരാണെന്ന് എല്ലാവരും പറയുമ്പോൾ ഏതോ കഷായത്തിന്റെ പേര് പോലെയുണ്ടെന്ന് സാവിത്രി പറയുന്നു. അങ്ങനെ കാർത്തിയോട് ചടങ്ങിനായി പായിലേക്ക് ഇരിക്കാൻ പറയുകയാണ് കൈമൾ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.